ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2299. ഏപ്രിൽ മാസം 17-ാം തീയതി 107-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ ആ യുവാവിനെ കണ്ടെത്തിയിട്ടുള്ളതാണ്. നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് ഞാനിനി പുതിയതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു അന്വേഷണവുമായിട്ട് ഒരുവൻ യേശുവിൻ്റെ അടുക്കലെത്തുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. യേശുവിൻ്റെ മറുപടിയുണ്ട്, കൽപ്പനകളൊക്കെ പാലിക്കുക. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മറുപടി നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. എൻ്റെ ചെറുപ്പം മുതൽ കൽപ്പനകളൊക്കെ പാലിച്ചാണ് ഞാൻ ജീവിച്ച് പോന്നത്. കൃത്യമായി കൽപ്പനകളൊക്കെ പാലിച്ചു പോരുന്ന ഒരാളുടെ ഉള്ളിലും എപ്പോഴോ വളരുന്നതിനിടയിൽ ഒരു ആശങ്ക കയറിക്കൂടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നിത്യജീവനെ കിട്ടത്തില്ലെന്ന്. നിത്യജീവനെ കിട്ടണമെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടി അനുഷ്ഠിക്കണമെന്ന്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ കുറെ കൂടി ഭംഗിയാക്കാനായിട്ട് ഓരോരുത്തരും അന്വേഷിക്കണ്ടേ? അങ്ങനെ ഒരു അന്വേഷണവുമായിട്ട് ഒരുവൻ ക്രിസ്തുയേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ അവനെ കാര്യമായി പരിഗണിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ വേണ്ടേ? ഏതൊരാൾക്കും രണ്ടു വിധത്തിൽ ജീവിക്കാം. ഒന്ന്, കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട്, 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ടാവും. രണ്ടാമത്തെ ജീവിത സാധ്യത സുവിശേഷത്തിന് ഇണങ്ങിയ മട്ടിലാണ്. ക്രിസ്തുയേശുവിന് ഇണങ്ങിയ മട്ടിലൊരു ജീവിതം. ഇത് ഏതാണ് സ്വീകരിക്കേണ്ടത്? 10 കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നിങ്ങളെ ശരിയാണ് ഭേദപ്പെട്ട മനുഷ്യനാക്കുന്നുണ്ടാവും. എന്നാലും സുവിശേഷത്തിന് ഇണങ്ങിയ മട്ടിൽ ജീവിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ ജീവിതം എന്തുമാത്രം സൗന്ദര്യമുള്ളതാവുന്നു, ആഴവും അഴകുമുള്ളതാവുന്നു. ഓരോരോ സന്ദർഭങ്ങളിൽ തോന്നുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് അതീതമായി പെരുമാറാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുയേശു പറഞ്ഞത്, 2 തരത്തിൽ നിങ്ങൾക്ക് ഭവനം പണിയാം. ഒന്ന് മണൽപ്പുറത്ത്, ഒന്ന് ഉറപ്പുള്ള പാറമേൽ. 3 ചോദ്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നിർണയിക്കാൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ്. 3 ചോദ്യങ്ങൾ. ഒന്നിതാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ചോദ്യം 2, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രമാണോ നിങ്ങൾ നന്മ ചെയ്യുന്നത്? ചോദ്യം 3, തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണോ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്ത് മേന്മയാണുള്ളത്, എന്ത് ഭംഗിയാണ്, എന്ത് അഴകും ആഴവുമാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.